വീട് പ്ലാൻ ചെയ്ത് വന്നപ്പോൾ കിച്ചൺ ചെറുതായി പോയോ എങ്കിൽ വിഷമിക്കേണ്ട, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ കിച്ചൺ എങ്ങനെ എലഗൻറ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് ഇൻറ്റീരിയർ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ആർക്കിടെക്ട് ജാനി സോണി, ആക്സിസ് ആർക്കിടെക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ടിപ്പ് നമ്പർ 1, ഗോ ഫോർ ലൈറ്റ് കളേഴ്സ്. ചെറിയ സ്പേസസ് ആകുമ്പോൾ ലൈറ്റർ കളർ പാലറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ലൈറ്റർ പെയിൻറ്റ് ഷെയ്ഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പേഷ്യസ് ആൻഡ് ബ്രൈറ്റ് ഫീലിംഗ് നമുക്ക് കിച്ചണിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതായത് നമ്മൾ ഒരു വുഡൻ ക്യാബിനറ്റ്സ് ഒക്കെയുള്ള ഒരു പഴയ കിച്ചൺ റിനോവേറ്റ് ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ ഇത്തരത്തിൽ ലൈറ്റർ കളർ ടോൺസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കിച്ചനെ കുറച്ചും കൂടി ബ്രൈറ്റൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ സീലിങ്ങും കിച്ചൺ ക്യാബിനറ്റ്സും ഒക്കെ നമ്മൾ ലൈറ്റർ പെയിൻറ്റ് ഷെയ്ഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്ത് കുറച്ചുകൂടി എയറി ആൻഡ് ഫ്രഷ് ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി അതല്ല, നമുക്ക് കുറച്ചുകൂടി കളർഫുൾ കിച്ചണാണ് താല്പര്യമെങ്കിൽ അപ്പോഴും നമ്മൾ കുറച്ചും കൂടി സോഫ്റ്റർ ടോണുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഹൈ റിഫ്ലക്റ്റീവ് വാല്യൂ വരുന്ന പെയിൻറ്റുകൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ലൈറ്റ് റിഫ്ലക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുക 0 to 100 ആണ്. അതായത് എത്രത്തോളം ലൈറ്റിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഈ ഒരു വാല്യൂ വരുന്നത്. അതായത് ഇപ്പോൾ 0 എന്ന് പറയുന്ന വാല്യൂ വരുന്നുണ്ട്, അതൊരു ഡാർക്കർ പെയിൻറ്റ് ഷെയ്ഡായിരിക്കും. അപ്പോൾ അത് ലൈറ്റിനെ അധികം റിഫ്ലക്റ്റ് ചെയ്യില്ല, 0% ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. അതേസമയം 100ലേക്ക് വരുമ്പോഴത്തേക്കും ഫുൾ വൈറ്റ് ലൈറ്റിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന പെയിൻ്റ് ആയിരിക്കും. അതായത് ലൈറ്റിനെ മാക്സിമം റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ റിഫ്ലക്റ്റീവ് വാല്യൂ കൂടിയിട്ടുള്ള പെയിൻറ്റുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കിച്ചണിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യത്തിന് സ്പേസ് വേണം. അപ്പോൾ കൗണ്ടർ സ്പേസ് കുറവുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള മൂവബിൾ ഐലൻഡ് കിച്ചൺസ് യൂസ് ചെയ്യാം. അപ്പം ഫുഡ് പ്രിപ്പയർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അതുപോലെ ഒരു ഇൻഫോർമൽ ഡൈനിങ് ടേബിളായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഹാൻഡി ആയിട്ടുള്ള ഒന്നാണ്. നമുക്കൊരു ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഒരു വാളിലേക്ക് ചേർത്ത് വെക്കാനും കഴിയും ഇത്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കിച്ചണിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് മെഷർ ചെയ്തതിന് ശേഷം വേണം ഇത് വാങ്ങാനായിട്ട്. ഇൻവിസിബിൾ ഹാൻഡിൽസ്. കിച്ചൺ ഹാൻഡിൽസ് ഇന്ന് ധാരാളം ഡിസൈനുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഇത്തരത്തിൽ എടുത്തു കാണുന്ന ഹാൻഡിലുകളെക്കാളും ഇൻവിസിബിൾ ആയിട്ടുള്ള ഹാൻഡിലുകളാണ് നമ്മുടെ മോഡേൺ കിച്ചന് ഏറ്റവും അനുയോജ്യമായിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ കിച്ചൺ ക്യാബിനറ്റുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഹാൻഡിൽസ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അതായത് പ്രൊഫൈൽ ഹാൻഡിൽസ്, CJ-G ടൈപ്പ് ഹാൻഡിൽസ്, പുൾ ഔട്ട്സ് എന്നിങ്ങനെ 3-4 തരം പ്രൊഫൈൽ ഹാൻഡിൽസ് തന്നെ ഉണ്ട്. ടിപ്പ് നമ്പർ 4, ഓപ്പൺ ഷെൽവിങ്സ്. ഓപ്പൺ ഷെൽഫ്സ് സ്പേസ് ഫ്രീ അപ്പ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ നമ്മൾ കൊടുക്കുന്നതൊരു ലിമിറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിൽ ഒരുപാട് ഓപ്പൺ ഷെൽഫ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊടി പിടിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഓപ്പൺ ഷെൽവിങ്സ് കൊടുക്കുമ്പം 1-2 ആയിട്ട് വളരെ മിനിമം ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഓപ്പൺ ഷെൽവിങ് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഹൈലൈറ്റിംഗ് ഫീച്ചർ തന്നെയായിരിക്കും. ടിപ്പ് നമ്പർ 5, ഇല്ലുമിനേറ്റ് യുവർ സ്പേസ്. കിച്ചൺ എന്നല്ല, ഏതൊരു ചെറിയ സ്പേസ് ആണെങ്കിലും അത് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നാനായിട്ട് പ്രോപ്പർ ലൈറ്റിംഗ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റപ്പ് ചെയ്യാനുള്ള ഐഡിയാസാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ട് ടാസ്ക് ലൈറ്റിങ്. അതായത് കിച്ചണിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കൗണ്ടറിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ടാസ്ക് ലൈറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുക്കാം, അല്ലെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റുകളായിട്ട് കൊടുക്കാം. ഇനി രണ്ടാമതായിട്ട് ഐലൻഡ് കിച്ചൺ അല്ലെങ്കിൽ ഓപ്പൺ കിച്ചണൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിൽ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഹാങ്ങിങ് ലൈറ്റുകൾ നമ്മൾ കൊടുക്കുമ്പോഴേക്കും ആ ഹാങ്ങിങ് ലൈറ്റ് നമ്മുടെ ആക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, അതായത് ഒരു നമുക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് കഴിഞ്ഞതിന് ശേഷം വേണം അത് ഹാങ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഹൈറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അതുപോലെ സീലിംഗ് ലൈറ്റുകൾ കൊടുക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും യൂണിഫോം ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വേണമെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമുക്ക് ട്രാക്ക് ലൈറ്റുകളൊക്കെ സീലിങ്ങിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ട്രാക്ക് ലൈറ്റിങ്ങൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊരു ഡെക്കറേറ്റീവ് എലമെൻ്റ് ആയിട്ട് മാറുകയാണ്. ഇനി ക്യാബിനറ്റ് ഗ്ലാസ് ഡോർ വരുന്നതോ ഓപ്പൺ ഷെൽഫ്സ് വരുന്നതോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റിംഗ് കൊടുക്കുന്നതും വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കിച്ചൺ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഫങ്ഷണൽ ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യാൻ മറക്കരുത്. ഫോർ എക്സാമ്പിൾ വുഡൻ കട്ടിംഗ് ബോർഡ്സ്, മാഗ്നറ്റിക് നൈഫ് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ഫ്രൂട്ട് ബാസ്ക്കറ്റ്, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫങ്ഷണലാണ്, അതേസമയം നമുക്കൊരു ഡെക്കറേറ്റീവ് ഐറ്റം കൂടിയാണ് കിച്ചണ്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. കിച്ചൺ എന്നല്ല, ഏതൊരു സ്പേസിനായാലും ഫ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് നല്ലൊരു ഓപ്ഷനാണ്. കിച്ചൺ ക്യാബിനറ്റ് ഓർഗനൈസേഴ്സ്.
കിച്ചൺ നീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ കിച്ചൺ അക്സസറീസ് യൂസ് ചെയ്യണം. ഡ്രോവർ സിസ്റ്റം, ക്യാബിനറ്റ് ഓർഗനൈസർ, പുൾ ഔട്ട്, വെജിറ്റബിൾ ബാസ്ക്കറ്റ്, ബോട്ടിൽ പുൾ ഔട്ട്, അങ്ങനെ ധാരാളം അക്സസറീസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. കിച്ചൺ ഡ്രോവർ ഓർഗനൈസർ, ട്രാഷ് ബിൻ പോലെ യൂസ്ഫുൾ ആയിട്ടുള്ള അക്സസറീസ് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. 8th വൺ, ക്യാബിനറ്റ് ടു ദ സീലിംഗ്. ഇതുപോലെ ക്രോപ്ഡ് ക്യാബിനറ്റ്സ് കൊടുക്കുന്നതിന് പകരം ഫുൾ ലെങ്ത് ക്യാബിനറ്റ്സ് കൊടുക്കുന്നത് ഒരു എക്സലൻറ്റ് സൊല്യൂഷനാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് ക്യാബിനറ്റ്സ് വെർട്ടിക്കൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം വെർട്ടിക്കൽ ലൈൻസ് ആ ഒരു റൂമിന് കുറച്ചും കൂടി ഒരു സ്പേഷ്യസ് ഫീൽ കൊണ്ടുവരുന്നുണ്ട്, എൻലാർജ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോപ്ഡ് ക്യാബിനറ്റ്സ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്യാബിനറ്റ്സിൻ്റെയും സീലിങ്ങിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഇല്ലേ, അതെപ്പോഴും പൊടി പിടിക്കും. അപ്പം നമ്മളൊരു ഫുൾ ലെങ്ത് ക്യാബിനറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനും കഴിയും, അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ അവോയ്ഡ് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ക്യാബിനറ്റ്സ് കൊടുക്കുമ്പോൾ അത് ഫുൾ വീടിൻ്റെ ആ സ്ട്രക്ചറുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അതായത് എടുത്ത് വെച്ച പോലെ ഒരു ഫീല് അവിടെ വരുന്നില്ലെന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ്. മിറേഴ്സ് ഓർ റിഫ്ലക്റ്റീവ് സർഫസസ്. മിറേഴ്സ് അഥവാ റിഫ്ലക്റ്റീവ് സർഫസുകൾ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നാച്ചുറൽ ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്തൊരു സ്പേഷ്യസ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കൊരു സിമ്പിൾ മിറർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് സ്പ്ലാഷിലൊക്കെ മിറേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ മിറേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ഫിനിഷസിലും മിറേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കിച്ചണിലൊക്കെ അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് മിറേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മിറേഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സ്പേസിനെ ഇത് കംപ്ലീറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൂടി നമുക്ക് കിച്ചണിൽ സ്പേസ് കൂടുതലായിട്ട് തോന്നും. എവിടെ കിച്ചൺ എന്നല്ല, എവിടെയാണെങ്കിലും നമ്മൾ മിറേഴ്സ് യൂസ് ചെയ്താൽ നമുക്കൊരു ഡബിൾ സ്പേസ് ഫീൽ ചെയ്യാനുള്ളൊരു വഴിയാണ്. അപ്പോൾ ഇങ്ങനെ മിറേഴ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓവർഡ്യൂ ചെയ്യാതെ ശ്രദ്ധിക്കുക, ഒന്ന് മിനിമം ആയിട്ട് കൊടുക്കുക. ഇനി മിറേഴ്സ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോസി ഫിനിഷ് കൊടുക്കാം. ഗ്ലോസി ഫിനിഷും ഈ പറഞ്ഞ പോലെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഗ്ലോസി ഫിനിഷസും സർഫസസും കിച്ചൺ ക്യാബിനറ്റ്സിലേക്ക് കൊണ്ടുവരുന്നതും ഇതേ എഫക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇത്തരത്തിൽ ലിക്വിഡ് ഗ്ലാസ്, ഹൈ ഗ്ലോസ്, പോളിഷ്ഡ് ഫിനിഷസ് യൂസ് ചെയ്താലും മതി. ഓൾവേസ് ചൂസ് ഓപ്പൺ ലേഔട്ട് ഇൻ കിച്ചൺ പ്ലാൻ. അപ്പോൾ ചെറിയ കിച്ചൺ സ്പേഷ്യസ് ആയിട്ട് തോന്നാനായിട്ട് പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഓപ്പൺ കിച്ചൺ ലേഔട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം ക്ലോസ്ഡ് കിച്ചൺ നാച്ചുറലി ഇടുങ്ങിയതായിട്ട് തോന്നും. അതേസമയം നമ്മളൊരു ഓപ്പൺ കിച്ചൺ അത് ഡൈനിങ്ങിനോടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രണ്ട് സ്പേസും കൂടി കമ്പൈൻ ചെയ്ത് ഒരു ലാർജ് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കിച്ചനെ എങ്ങനെ മാക്സിമൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. കിച്ചൺ ക്യാബിനറ്റ് ഫിനിഷസ്, അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ് സെലക്ഷൻ എന്നീ ടോപ്പിക്കുകളെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.